Hello guys and welcome back to Biscapics. Recently Tata അവരുടെ പഞ്ച് എന്ന് പറയുന്ന ഒരു മൈക്രോ SUV അൺവീൽ ചെയ്തായിരുന്നു. അതായത് നെക്സോണിനൊക്കെ താഴെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു മൈക്രോ SUV ആണത്. അതായത് സൈസ് വൈസ് നെക്സോണിലൊക്കെ വളരെ ചെറുതാണിത്. എന്തായാലും ഈ ഒരു വാഹനം എടുക്കുന്നതാണോ അതോ അല്ലെങ്കിൽ കോമ്പാക്ട് SUVs എടുക്കുന്നതാണോ ഇനി വരാൻ പോകുന്ന കാലത്തേക്ക് നല്ലത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഈ മൈക്രോ SUV എന്ന് പറയുമ്പോൾ കോമ്പാക്ട് SUVs അതായത് സബ് 4 മീറ്റർ കോമ്പാക്ട് SUVsലും ചെറുതാണ് ഈ വാഹനങ്ങളുടെ ഒക്കെ തന്നെ സൈസ്. ഇനി ഒരു സബ് 4 മീറ്റർ കോമ്പാക്ട് SUV ആണോ അതോ അല്ലെങ്കിൽ ഒരു മൈക്രോ SUV ആണോ എടുക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. സബ് 4 മീറ്റർ കോമ്പാക്ട് SUVസിൻ്റെ കേസ് മാത്രമേ നമ്മളിവിടെ എടുക്കുന്നുള്ളൂ. അബവ് 4 മീറ്റർ കോമ്പാക്ട് SUVs ആയ ഇപ്പോൾ ക്രെറ്റ, സെൽട്ടോസ്, ടൈഗൺ, കുഷാക്ക് എന്നീ വാഹനങ്ങളുടെ കേസസ് ഒന്നും തന്നെ നമ്മളിവിടെ നോക്കുന്നില്ല. ജസ്റ്റ് സബ് 4 മീറ്റർ കോമ്പാക്ട് SUV സെഗ്മെൻറ്റ് വരുന്ന വാഹനങ്ങൾ, അതായത് നെക്സോൺ, XUV300, ഇക്കോസ്പോർട്ട്, ബ്രസ, സോണറ്റ്, വെന്യൂ, മാഗ്നൈറ്റ്, കൈഗർ, WRV, പിന്നെ അർബൻ ക്രൂസർ, ഇതുപോലുള്ള ഒരുപാട് വാഹനങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നുണ്ട്. ഈ വാഹനങ്ങൾ എടുക്കുന്നതാണോ അതോ അല്ലെങ്കിൽ ഈ മൈക്രോ SUVസിൻ്റെ കുറച്ച് ഉയർന്ന വേരിയൻറ്റ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടും. അപ്പോൾ ഈ മൈക്രോ SUVs എടുക്കുന്നതാണോ അതോ കോമ്പാക്ട് SUV സബ് 4 മീറ്റർ കോമ്പാക്ട് SUVs എടുക്കുന്നതാണോ നല്ലതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തായാലും ഈ മൈക്രോ SUV കാറ്റഗറിയിലേക്ക് ഇനിയും പല വാഹനങ്ങളും വരാനുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടാറ്റയുടെ പഞ്ച് അടുത്ത മാസം മിക്കവാറും അവർ അൺവീൽ ചെയ്യും. അതിനടുത്ത മാസം അതിൻ്റെ ലോഞ്ച് നടക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത വർഷത്തിൻ്റെ അവസാനത്തോടു കൂടി, അതായത് 2022 ഹുണ്ടായി അവരുടെ കാസ്പർ എന്ന് പറയുന്ന മൈക്രോ SUV ഇന്ത്യയിൽ കൊണ്ടുവരും. അതിനുശേഷം മാരുതി സുസുക്കി 2020 YTB കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു മൈക്രോ SUV ബലേനോയിൽ ബേസ് ചെയ്തിരിക്കുന്ന ഒരു മൈക്രോ അവർ അനൗൺസ് ചെയ്തായിരുന്നു. അത് വരുമോ ഇല്ലയോ എന്നറിയില്ല. ബട്ട് സ്റ്റിൽ എന്തായാലും അങ്ങനെ ഒരു വാഹനവും അണിനിരയിൽ ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഇതുപോലുള്ള വാഹനങ്ങളൊക്കെ വരികയാണെങ്കിൽ മറ്റു പല മാനുഫാക്ചറേഴ്സും ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് കാലെടുത്ത് വെക്കാനുള്ള തീരുമാനത്തിലേക്കും എത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നിലവിലുള്ള മൈക്രോ SUVs ഏതൊക്കെയാണെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിലെ മഹീന്ദ്രയുടെ KUV 100 NXT ഉണ്ട്. അതത്ര സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മോഡലല്ല. പിന്നെ പറയാൻ പറ്റുന്നത് മാരുതി സുസുക്കിയുടെ ഇഗ്നിസ് ആണ്. ഇഗ്നിസ് ശരിക്കും ഒരു മൈക്രോ SUV എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ഒരു അർബൻ SUV അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു ക്രോസ് ഓവർ എന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി ക്രോസ് ഓവർ ഇഗ്നിസിന് മാത്രമല്ല മറ്റേതൊരു സെഗ്മെൻറ്റ് വാഹനമാണെങ്കിലും, അതായത് ഇപ്പം സബ് 4 മീറ്റർ കോമ്പാക്ട് SUVs ആണെങ്കിലും മൈക്രോ SUVs ആണെങ്കിലും അതുമല്ല ഇനി അബവ് 4 മീറ്റർ കോമ്പാക്ട് SUVs ആണെങ്കിലും ഈ വാഹനങ്ങളെല്ലാം തന്നെ ശരിക്കും ക്രോസ് ഓവേഴ്സ് എന്ന ഒരു പേരിൽ തന്നെയാണ് അറിയപ്പെടേണ്ടത്. അല്ലാതെ ഇതൊന്നും റിയൽ ഒരു SUV ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള വാഹനങ്ങളൊന്നും അല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇതിലൊന്നിലും തന്നെ 4x4 സിസ്റ്റം ഇല്ല. പിന്നെ ഇതൊന്നും തന്നെ ബോഡി ഓൺ ഫ്രെയിം SUVs അല്ല. ആൻഡ് മോർ ഓവർ ഈ വാഹനങ്ങളിലൊന്നും തന്നെ ഇപ്പോൾ പല വാഹനങ്ങളിലും ഡീസൽ എഞ്ചിൻസ് തന്നെ ഈ സോ കോൾഡ് SUVസിൽ വരുന്നില്ല. അത് ശരിക്കും പണ്ട് കാലം അല്ലെങ്കിൽ കുറച്ച് കാലം മുമ്പ് വരെ SUVs എന്ന് പറയുമ്പോൾ തന്നെ ഡീസൽ എഞ്ചിൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ ഒരു ട്രെൻഡ് തന്നെ മാറിപ്പോയി. എന്തായാലും പിന്നെ ഈ പല വാഹനങ്ങളിലും ഉയർന്ന സീറ്റിംഗ് പൊസിഷനോ അല്ലെങ്കിൽ ആ ഒരു കമാൻഡിങ് ആയിട്ടുള്ള ഡ്രൈവിംഗ് പൊസിഷനോ ഒന്നും തന്നെ അവൈലബിൾ അല്ല. ഒരു നോർമൽ ഹാച്ച് ബാക്കിലിരിക്കുന്ന ഫീൽ തന്നെയാണ് പല കോമ്പാക്ട് സബ് 4 മീറ്റർ കോമ്പാക്ട് SUVs അല്ലെങ്കിൽ മൈക്രോ SUVസിലൊക്കെ തന്നെ ഇരിക്കുകയാണെങ്കിലും കിട്ടുന്നത്. എന്തായാലും ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. അതായത് നിങ്ങൾ കോമ്പാക്ട് SUV എടുക്കണോ മൈക്രോ SUV എടുക്കണോ? ആദ്യത്തെ കാര്യം, ഈ കോമ്പാക്ട് SUVs എടുക്കേണ്ട ഒരാളാണ് നിങ്ങളെങ്കിൽ മിക്കവാറും ഈ പ്രശ്നം വരാൻ പോകുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് ഏകദേശം 8 മുതൽ 10 ലക്ഷം അല്ലെങ്കിൽ ഏകദേശം 8 മുതൽ 9 ലക്ഷത്തിൻ്റെ ഇടയിലാണെങ്കിലാണ്. ഇപ്പം ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ആദ്യം തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഏറ്റവും അധികം ഫീച്ചേഴ്സ് ഒക്കെയുള്ള അത്യാവശ്യം എഞ്ചിൻ പെർഫോമൻസ് ഒക്കെ ഉള്ളൊരു വാഹനം വരുന്നത് പ്രീമിയം ഹാച്ച് ബാക്സ് ആയിരിക്കും. പക്ഷേ അതിന് പകരം നമ്മുടെ റോഡ് കണ്ടീഷൻസ് വെച്ചിട്ടായിരിക്കും പലരും കോമ്പാക്ട് SUVസിൻ്റെ ഒക്കെ ബേസ് മോഡൽസിലേക്കൊക്കെ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നെക്സോണിൻ്റെ ബേസ് മോഡൽ XE വേരിയൻറ്റ് കിട്ടും. അതുപോലെ കുറച്ചൊന്ന് ബഡ്ജറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ XM വേരിയൻറ്റും പെട്രോളിൽ കിട്ടും. അതുപോലെ തന്നെ ബ്രസയുടെ LXi ബേസ് വേരിയൻറ്റ് കിട്ടും. അതുപോലെ തന്നെ സോണറ്റിൻ്റെയും വെന്യൂവിൻ്റെയും 1.2 NA പെട്രോൾ എഞ്ചിനോട് കൂടി വരുന്ന ബേസ് മോഡൽസായ വെന്യൂവിൻ്റെ ആക്ച്വലി ഈ വേരിയൻറ്റും സോണറ്റിൻ്റെ HT വേരിയൻറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ പല വാഹനങ്ങളുടെയും ബേസ് മോഡൽസ് ആയിരിക്കും ഈ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടുന്നത്. പക്ഷേ അതേസമയം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ മൈക്രോ SUVസിൻ്റെ ഒക്കെ ഒന്നെങ്കിൽ സെക്കൻഡ് ടോപ്പ് മോഡൽ അല്ലെങ്കിൽ ഒരു ടോപ്പ് മോഡലിൻ്റെ അടുത്ത് വരുന്ന വേരിയൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൈസ് കുറച്ച് കുറവാണെങ്കിലും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അത്യാവശ്യം കിട്ടും. നമ്മുടെ റോഡ് കണ്ടീഷൻസിന് വേണ്ട ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും ഈ വാഹനങ്ങളിലൊക്കെ തന്നെ ഉണ്ടാവും. പിന്നെ ഹൈ സീറ്റിംഗ് പൊസിഷൻ പിന്നെ കോമ്പാക്ട് SUVസിലും അതായത് സബ് 4 മീറ്റർ കോമ്പാക്ട് SUVസിലും ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ മിസ് ചെയ്യുന്നൊരു കാര്യമാവുകയില്ല. പക്ഷേ ഇവരുടെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു മെയിൻ പോരായ്മ വരാൻ പോകുന്നത്, ഇപ്പം ടാറ്റ പഞ്ച് തന്നെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസസ് ഒന്നും അവർ അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് ഞാൻ ഏകദേശം ഈ വാഹനത്തിൻ്റെ എസ്റ്റിമേറ്റഡ് പ്രൈസ് ഇപ്പോൾ പറയാം. അതായത് 4 വേരിയൻസ് ആണ് ഈ വാഹനത്തിൽ വരാൻ പോകുന്നതെങ്കിൽ ഞാൻ ജസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ വാഹനത്തിൻ്റെ XE വേരിയൻറ്റ് ഏകദേശം ബേസ് മോഡലിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 5.6 lakhs ആയിരിക്കും. അതുപോലെ XM വേരിയൻറ്റ് ഏകദേശം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് 6.3 lakhs ആയിരിക്കും എക്സ്ഷോറൂം വരുന്നത്. അതുപോലെ തന്നെ XT വേരിയൻറ്റ് ഏകദേശം 7.1 or 7.2 lakhs ആയിരിക്കും എക്സ്ഷോറൂം വരുന്നത്. ആൻഡ് ടോപ്പ് സ്പെക് മോഡലായ XZ വേരിയൻറ്റ് എക്സ്ഷോറൂം പ്രൈസ് മേ ബി 7.99 or 8 lakhs ആയിരിക്കും എക്സ്ഷോറൂം വരുന്നത്. ഇങ്ങനെ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും നെക്സോണിൻ്റെ XE വേരിയൻ്റെ സ്ഥാനത്ത് മൈക്രോ SUV ആയ പഞ്ചിൻ്റെ
സെക്കൻഡ് ടോപ്പ് മോഡൽ വരുന്നതായിരിക്കും, അതായത് XT വേരിയൻറ്റ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നെക്സോണിൻ്റെ XM എടുത്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഈ HPX അതായത് പഞ്ചിൻ്റെ ടോപ്പ് മോഡൽ തന്നെ വരുന്നതായിരിക്കും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ അഡ്വാൻറ്റേജസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുമെങ്കിലും ഒരു മെയിൻ പോരായ്മ വരാൻ പോകുന്നത് ഇതിൻ്റെയൊക്കെ ബൂട്ട് സ്പേസ് കുറവായിരിക്കും. അതായത് ഇപ്പം നെക്സോൺ അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു കോമ്പാക്ട് SUV എടുക്കുകയാണെങ്കിലും എല്ലാത്തിനും ഏകദേശം 350 ലിറ്റേഴ്സിൻ്റെ അടുത്ത് ബൂട്ട് സ്പേസ് ഉണ്ട്. പക്ഷേ ഇനി മൈക്രോ SUV ഈ പഞ്ചിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തൽക്കാലത്തേക്ക് നമുക്കിപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മൈക്രോ SUV പഞ്ചാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ടാറ്റ പഞ്ചിൻ്റെ കേസ് തന്നെ എടുക്കാം. എന്തായാലും ഈ വാഹനം ബേസ് ചെയ്തിരിക്കുന്നത് ആൽട്രോസിൻ്റെ സെയിം ആൽഫ പ്ലാറ്റ്ഫോമിലാണ്. ഈ ആൽഫ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ഇതൊരു ആക്ച്വലി ഒരു മോണോകോക്ക് പ്ലാറ്റ്ഫോമാണ്. മോണോകോക്ക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മോണോകോക്ക് പ്ലാറ്റ്ഫോമുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പുറകിലത്തെ സീറ്റിംഗ് പൊസിഷൻ മിക്കവാറും മോണോകോക്ക് ആയതുകൊണ്ട് അതങ്ങനെ മാറില്ല. ഏകദേശം സിമിലർ ആയിട്ട് തന്നെ ആയിരിക്കും നമുക്ക് മോണോകോക്ക് പ്ലാറ്റ്ഫോമുകളുടെ കാറുകളുടെ, അതായത് സെയിം കാറുകളുടെ ആ ഒരു പുറകിലത്തെ സ്പേസ് ലഭിക്കാൻ പോകുന്നത്. പക്ഷേ അതേസമയം എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പുറകിലേക്ക് വലിച്ചു നീട്ടി ഒരു കോമ്പാക്ട് സെഡാൻ ആക്കണമെങ്കിൽ അതാക്കാം, ഒരു SUV ആക്കണമെങ്കിൽ അതാക്കാം. അങ്ങനെ പല രീതിയിൽ പ്ലാറ്റ്ഫോംസ് എല്ലാം തന്നെ നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ പഞ്ചിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൽ ആക്ച്വലി അൾട്രോസിലുള്ളതായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ലെഗ് സ്പേസ് അല്ലെങ്കിൽ ആ ഒരു നമുക്ക് കാല് വെക്കാനുള്ള സ്ഥലം എന്തായാലും കിട്ടും. പിന്നെ SUV ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ആ ഒരു ഫ്രണ്ടിലത്തെ സീറ്റിൻ്റെ അടിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കാലൊക്കെ കയറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കാം ഇതിൻ്റെ ഒരു സ്പേസ് അവർ ക്രമീകരിക്കാൻ പോകുന്നു. അപ്പോൾ പിന്നെ പുറകിലത്തെ സ്പേസിൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിയൊരു പ്രശ്നം ഇവിടെ വരാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇതിന് ബൂട്ട് സ്പേസ് കുറവായിരിക്കും. അങ്ങനെ പറയാനുള്ള കാരണം ഇതിപ്പോൾ നെക്സോണിലും അതുപോലെ അൾട്രോസിലൊക്കെ സൈസ് വൈസ് കുറച്ച് ചെറുതായിരിക്കും. ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ഒരു ലെങ്ത് വരുന്ന ഏകദേശം 3850 മില്ലിമീറ്റേഴ്സ് ആണ്. അപ്പോൾ ബാക്കി വരുന്ന ലെങ്ത്തിൻ്റെ അവിടെ ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് ആയിരിക്കും നേരെ കട്ടായി പോകുന്നത്. ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ബൂട്ട് സ്പേസ് സംവെയർ അറൌണ്ട് 250 to 300 ലിറ്റേഴ്സിൻ്റെ അടുത്തായിരിക്കും. അതായത് ഈ വാഹനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ബൂട്ട് സ്പേസിൽ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു കോമ്പാക്ട് SUVയിലുള്ള അത്രയും സ്പേസ് ഈ വാഹനത്തിലുണ്ടാവും ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും സ്പേസിൻ്റെ കാര്യത്തിൽ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിലും ഒരു സിഗ്നിഫിക്കൻറ്റ് കോംപ്രമൈസ് തന്നെ വേണ്ടി വരും. പക്ഷേ അതേസമയം നിങ്ങൾ കൊടുക്കുന്ന കാശിന് നിങ്ങൾക്ക് അത്യാവശ്യം ഫീച്ചേഴ്സും ലഭിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ വാഹനത്തിലൊക്കെ തന്നെ വരുന്നത് ഇപ്പോൾ HPXൻ്റെ അല്ലെങ്കിൽ ഈ പഞ്ചിൻ്റെ ഞാനിപ്പോൾ പറഞ്ഞ ഈ സ്പെസിഫിക് വേരിയൻറ്റ് വരാൻ പോകുന്നത് ഈ ഇവരുടെ തന്നെ 1.2 ലിറ്റർ NA പെട്രോൾ എഞ്ചിനാണ്. NA പെട്രോൾ എന്ന് പറയുമ്പോൾ ഏകദേശം 86 PS പവർ 113 Nm ടോർക്കുമാണ് അതിൻ്റെ മാക്സിമം പവർ ഫിഗേഴ്സ് വരുന്നത്. അതേസമയം നമ്മളിനി ഡയറക്റ്റ് നെക്സോണുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നെക്സോണിൽ ഈ പ്രൈസ് പോയിന്റിൽ വരുന്നത് ഇവരുടെ തന്നെ 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. അപ്പോൾ അതിന് 120 PS പവർ 175 Nm ടോർക്കും ഒക്കെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ എന്തായാലും ഒരു മേജർ ആയിട്ടുള്ള ഡിഫറൻസ് അത് തന്നെയായിരിക്കും. പവറിൻ്റെ കാര്യത്തിലായിരിക്കും നിങ്ങൾക്ക് മെയിനായിട്ട് ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പോകുന്നത്. രണ്ടും 3 സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ്. പക്ഷേ ടർബോ ആകുമ്പോൾ മിക്കവാറും കുറച്ചും കൂടെ നല്ല പിക്കപ്പ് ആയിരിക്കും. പിക്കപ്പ് ആക്ച്വലി ഡീസൻ്റ് ആയിരിക്കും, കാരണം ടർബോ ആണ്. അപ്പോൾ ഇനീഷ്യൽ ലാഗ് ഉണ്ടാകും. പക്ഷേ മിഡ് റേഞ്ചിലേക്ക് വരുമ്പം മോശമില്ലാത്ത ഒരു പെർഫോമൻസ് നെക്സോണിൻ്റെ ടർബോ പെട്രോൾ എഞ്ചിൻ ഉണ്ട്. അതുപോലെ തന്നെ ബ്രസ എടുക്കുകയാണെങ്കിൽ ബ്രസയിൽ വരുന്ന 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ്. അത് ആക്ച്വലി നമ്മുടെ ഈ നെക്സോണിൻ്റെ 1.2 ടർബോയിലും നല്ലതാണ്. അതുകൊണ്ടൊരു മെയിൻ ഡ്രോബാക്ക് വരാൻ പോകുന്നത് പവറിൻ്റെ കാര്യത്തിലാണ്. പക്ഷേ അതേസമയം നിങ്ങൾ സോണറ്റോ അല്ലെങ്കിൽ വെന്യൂ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ പവറിൻ്റെ ഡിഫറൻസ് അവിടെ അത്ര അധികം മെയിനായിട്ട് ഫീൽ ചെയ്യില്ല. കാരണം ആ വാഹനങ്ങളിലൊക്കെ തന്നെ ബേസ് മോഡൽസിൽ വരുന്നത് 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻസ് ആണ്. അപ്പം അതിൻ്റെ പവർ ഏകദേശം 83 PS മാക്സിമം ടോർക്ക് 113 Nm ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പവറിൻ്റെ കാര്യത്തിൽ അവിടെ ഒരു മേജർ ഡ്രോബാക്ക് വരില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് കൂടുതൽ ഫീച്ചേഴ്സ് മൈക്രോ SUVസിൽ ലഭിക്കും. അതുമാത്രമല്ല സ്പേസ് ആണെങ്കിൽ പോലും വെന്യൂവിലും സോണറ്റിലും ഒന്നും അങ്ങനെ ഒരു മാസീവ് ആയിട്ടുള്ള റിയർ സ്പേസ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെയായിരിക്കും വെന്യൂ സോണറ്റൊക്കെ വെച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ലഭിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബൂട്ട് സ്പേസ് ഒഴിച്ച് ചേർത്ത് കഴിഞ്ഞാൽ മൈക്രോ SUVs ആയിരിക്കും അവിടെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബൈ. ഇനി ഇതുപോലെ തന്നെ അവിടെ വരുന്നൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബൈയിങ് ഓപ്ഷനാണ് ഒന്ന് റെനോയുടെ കൈഗർ, പിന്നെ വരുന്ന നിസാൻ്റെ മാഗ്നൈറ്റ്. ഈ വാഹനങ്ങളെല്ലാം തന്നെ സബ് 4 മീറ്റർ കോമ്പാക്ട് SUV സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങളാണെങ്കിലും ഇതിൻ്റെ ലെങ്ത് മാത്രമാണ് ആക്ച്വലി മറ്റുള്ള കോമ്പാക്ട് SUVസുമായിട്ട് നമുക്ക് സിമിലർ ആണെന്ന് പറയാൻ പറ്റുന്നത്. ബാക്കി ഇപ്പം വിഡ്ത്തും അതുപോലെ ഹൈറ്റും ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ് നമ്മൾ മറ്റുള്ള സബ് 4 മീറ്റർ കോമ്പാക്ട് SUVസിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതും ഏകദേശം ഒരു മൈക്രോ SUV സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങളാണ് എന്ന് മറ്റൊരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻസ് ആണ് ഈ വാഹനങ്ങളുടെ രണ്ടിൻ്റെയും ബേസ് മോഡൽസിലും അതുപോലെ വേറെ ഓപ്ഷണൽ വേരിയൻസിലൊക്കെ തന്നെ വരുന്നത്. അതിൻ്റെ വിലയും കുറവാണ്. പക്ഷേ അതേസമയം നമ്മൾ ഈ 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് വേരിയൻസിനെ ഇപ്പോൾ ടാറ്റയുടെ പഞ്ചിൻ്റെ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പഞ്ചിൻ്റെ എഞ്ചിൻ തന്നെയായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് പറയേണ്ടി വരും. ഞാനത് ഔട്ട്റൈറ്റ് ആക്സലറേഷൻ്റെ കേസിലൊന്നും അല്ല പറയുന്നത്. ആക്ച്വലി ടാറ്റയുടെ 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനും ഒരു ആവറേജ് പെർഫോമൻസ് ആണ് ഒരു ഡേ ടു ഡേ യൂസിൽ തരുന്നത്. ബാക്കി ഇവരുടെ ഈ 1 ലിറ്റർ എഞ്ചിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ മിക്കവാറും കുറച്ചും കൂടെ നന്നായിട്ട് ഫീൽ ചെയ്യാൻ പോകുന്നത് ഇതായിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. കാരണം ഒരു 1 ലിറ്റർ എഞ്ചിൻ ഒരു കോമ്പാക്ട് SUVയിൽ വരികയാണെങ്കിൽ ആദ്യത്തെ കാര്യം നമ്മൾ ഈ AC ഒക്കെ ഇടുന്ന സമയത്ത് പവർ കുറച്ചധികം ഡ്രോപ്പ് വരും. പക്ഷേ ഒരു 1.2 ലിറ്റർ എഞ്ചിനാണെങ്കിൽ പവർ ഡ്രോപ്പ് വരും ഒബ്വിയസ്ലി AC ഇടുമ്പോൾ, കാരണം പെട്രോൾ എഞ്ചിനാണ്. പക്ഷെ എന്തായാലും അതിൽ വരുന്ന അത്രയും പവർ ഡ്രോപ്പ് ഇതിൽ വരില്ല.
പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ഈ വാഹനങ്ങളുടെ രണ്ടിൻ്റെയും ടർബോ വേർഷൻസ്, അതായത് മാഗ്നൈറ്റിൻ്റെയും കൈഗറിൻ്റെയും തന്നെ വരുന്ന ടർബോ പെട്രോൾ വേർഷൻസ് ഒന്നും ഈ വാഹനത്തിൻ്റെ മറ്റുള്ള വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ പ്രൈസൊക്കെ ഏകദേശം മറ്റുള്ള സബ്മീറ്റർ കോമ്പാക്ട് SUVസുമായിട്ട് വളരെ സിമിലർ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മൈക്രോ SUVസിൻ്റെ കൂടെ കമ്പയർ ചെയ്യുന്നില്ല. കാരണം പവർ വേണ്ട ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ടർബോ സ്പെക് ഓപ്ഷൻസ് തന്നെ ചൂസ് ചെയ്യുള്ളൂ. അതിന് പക്ഷേ കുറച്ച് വിലയും കൂടുതലാണ് ഇപ്പോൾ ഈ മൈക്രോ SUVസിനൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ. അതേസമയം നമ്മൾ ഡയറക്റ്റ് ബ്രസ അല്ലെങ്കിൽ നെക്സോൺ ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പവർഫുൾ എഞ്ചിൻസ് ആണ്, അതുപോലെ തന്നെ സ്പേസും കുറച്ച് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളുടെ മെയിൻ റിക്വയർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ആക്ച്വലി മൈക്രോ SUVസിന് എല്ലാ വാഹനങ്ങൾക്കും പവർ കുറവാണ് എന്നല്ല പറയുന്നത്. കാരണം ഇപ്പോൾ ടാറ്റ തന്നെ ഒഫീഷ്യലി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവർ പറഞ്ഞിരിക്കുന്നത് ലേറ്റസ്റ്റ് സ്റ്റേജിൽ നമ്മുടെ അൾട്രോസിൽ വരുന്ന അതേ ഒരു സിമിലർ ആയിട്ടുള്ള ട്യൂണിംഗ് വെച്ചിട്ടുള്ള ടർബോ പെട്രോൾ എഞ്ചിൻ കൂടി HPX, അതായത് ഈ പഞ്ചിൽ വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. അങ്ങനെ വരികയാണെങ്കിൽ 110 PS പവറും 140 Nm ടോർക്കും ഒക്കെ ഉള്ള അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ കൂടി ഈ പഞ്ചിൽ വരും. അപ്പോൾ പവറിൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് അവിടെ നേരിടേണ്ടതായിട്ട് വരില്ല. ഇനിയിപ്പം ഹുണ്ടയുടെ കാസ്പർ തന്നെ എടുക്കുകയാണെങ്കിലും അവർ ആ ഒരു നിയോസിലുള്ള 1 ലിറ്റർ ടർബോ, അതായത് 100 PS പവറുള്ള ഒരു ഫോമിലുള്ള 1 ലിറ്റർ ടർബോയും ഇതിൽ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും i20യിലുള്ള ആ ഒരു ടർബോ, അതായത് 120 PS പവർ 172 Nm ടോർക്കും ഒക്കെ ഉള്ള ആ ഒരു എഞ്ചിൻ ഇതിൽ വരില്ല. പക്ഷെ എന്നാലും ഒരു 100 PS പവറുള്ള ആ ഒരു വേർഷൻ ഇതിൽ വരും. അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് കുറച്ചും കൂടെ കാശ് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനും കിട്ടും, അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സും കിട്ടും. പിന്നെ നമ്മൾ ഇവരെ തന്നെ സബ്മീറ്റർ കോമ്പാക്ട് SUVസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിലും കുറച്ചും കൂടെ വിലയും കുറവായിരിക്കും. അതൊക്കെയാണ് ഈ മൈക്രോ SUVസിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. എല്ലാ അഡ്വാൻറ്റേജസും ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തു. ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഇതൊരു ഡീറ്റെയിൽ കമ്പാരിസൺ ആയിരുന്നു മൈക്രോ SUVസും അതുപോലെ സബ്മീറ്റർ കോമ്പാക്ട് SUVസും തമ്മിലുള്ളത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് മനസ്സിലായി കാണുമായിരിക്കും. അതല്ല നിങ്ങൾ വെറുതെ പകുതി അല്ലെങ്കിൽ കാൽഭാഗം വരെയൊക്കെ കണ്ട് പിന്നെ എന്നെ ചീത്ത കളിക്കാൻ വരികയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ മുഴുവനായിട്ട് മനസ്സിലാക്കിയില്ല എന്നതാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് അതുപോലെ നോട്ടിഫിക്കേഷൻസ് ആക്കി വെച്ചേക്കുക. അപ്പോൾ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.